ആന്ധ്ര അതിർത്തിയിൽ മാവോയിസ്റ്റ് ഭീകരരുമായി ഏറ്റുമുട്ടൽ. മാവോയിസ്റ്റ് ഭീകരരായ ഗജർല രവി, അരുണ എന്നിവരെ ഏറ്റുമുട്ടലിൽ വധിച്ചു. ആന്ധ്ര ഒഡീഷ ബോർഡർ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി അംഗവും സെക്രട്ടറിയുമാണ് ഗജർല രവി. സ്പെഷ്യൽ സോണൽ കമ്മിറ്റി അംഗവും ഈസ്റ്റ് ഡിവിഷൻ സെക്രട്ടറിയുമാണ് അരുണ. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ആവർത്തിച്ചു പറയുന്നുണ്ട് അമിത്ഷാ 2026 മാവോയിസ്റ്റുകളെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന്. അതിൻ്റെ ഒരു പടി കൂടിയോ നമ്മളിപ്പോൾ കാണുന്നത്? ഷേജ, ഏറ്റവും സുപ്രധാനമായ നീക്കം ഇപ്പോൾ ഏജൻസികളുടെ ഭാഗത്തു നിന്നും നടന്നിരിക്കുന്നു. അതായത് മാവോയിസ്റ്റ് മുതിർന്ന നേതാക്കളെ ഇപ്പോൾ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ഏജൻസികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ ഈ മേഖലയിലെ ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് മേഖലയിലെ പ്രമുഖനായ അവരുടെ നേതാവ്, മുതിർന്ന നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഗജർല രവി എന്നാണ് അയാളുടെ പേര്. അരുണ എന്ന മറ്റൊരു മാവോയിസ്റ്റ് കൂടി ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആന്ധ്ര ഒഡീഷ ബോർഡർ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി അംഗവും സെക്രട്ടറിയുമാണ് കൊല്ലപ്പെട്ട ഗജർല രവി എന്ന് പറയുന്നത്. ഇയാൾ ആയിരുന്നു ആ മേഖലയിലെ, ഈ ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ മേഖലയിലെ ഈ മാവോയിസ്റ്റ് നീക്കങ്ങൾ അതിൻ്റെ സൂത്രധാരൻ, ആസൂത്രകൻ ഈ ഗജർല രവി ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഏജൻസികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇയാളെ വധിക്കാൻ സാധിച്ചത് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചുവടുവയ്പ് എന്നാണ് ഏജൻസികൾ വിശേഷിപ്പിക്കുന്നതും. മറ്റൊരാൾ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി അംഗവും ഈസ്റ്റ് ഡിവിഷൻ സെക്രട്ടറിയുമായ അരുണയാണ് കൊല്ലപ്പെട്ടത്. ഇത് ഈ ഗജർല രവിക്കൊപ്പം ചേർന്ന് ആ പ്രദേശത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന വ്യക്തി കൂടിയാണ് അരുണ. അതിനാൽ തന്നെ അരുണയെ വധിക്കാൻ സാധിച്ചതും മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം എന്ന് തന്നെ പറയാം. ആന്ധ്രാപ്രദേശിലെ ഗ്രേഹൺസ്, CRPF, ഛത്തീസ്ഗഡ് പോലീസ് എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഇവരെ വധിക്കാൻ സാധിച്ചത്. ഈസ്റ്റ് ഗോദാവരി ജില്ലയിലെ മരേതുമല്ലി വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. ഇപ്പോൾ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ മാർച്ച് 2026 മാവോയിസ്റ്റ് പ്രവർത്തനം ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നിരന്തരമായ പോരാട്ടം ഈ മാവോയിസ്റ്റുകൾക്കെതിരെ സേന നടത്തുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം കൂടി പിന്നിട്ടിരിക്കുന്നു എന്ന് പറയാം. ശരി, ആന്ധ്ര അതിർത്തിയിൽ മാവോയിസ്റ്റ് ഭീകരരുമായി ഏറ്റുമുട്ടൽ. മാവോയിസ്റ്റ് ഭീകരരായ ഗജർല രവി, അരുണ എന്നിവരെ ഏറ്റുമുട്ടലിൽ വധിച്ചു. മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനത്തിന് ഒരു ചുവട് കൂടി കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.